ഇറാനിലെ സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുന്ന തീവ്ര ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്നും ഇറാൻ അധികം താമസിയാതെ തന്നെ സ്വതന്ത്രമാകും. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ അസാധാരണമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ വാചകങ്ങളാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു സൂചന മധ്യപൂർവേഷ്യയ്ക്കും ലോകത്തിനും നൽകുന്നുണ്ട്. നിലവിൽ മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഒരു പോക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നൽകിയത്. ഏറ്റവും ഒടുവിൽ ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ലെബനോനിലേക്ക് ഒരു കരയാക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കരമാർഗം ലെബനോന്റെ ആ ഒരു സദേൺ ബോർഡറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് മധ്യപൂർവേഷ്യയ്ക്ക് നൽകുന്ന സൂചനകൾ. ഈ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും, ഒപ്പം തന്നെ മറ്റ് ലോക രാജ്യങ്ങളുടെ ഒരു പ്രതികരണം ഇതിനോട് എന്തായിരിക്കും എന്നീ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. നമുക്ക് ഇന്നത്തെ ഒരു ചർച്ചയുടെ ഒരു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഒരു ലെബനോനിലേക്ക് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഒരു കരയാക്രമണം, അതിൻ്റെ ഒരു പശ്ചാത്തലം ചർച്ച ചെയ്തിട്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2006 ശേഷം ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിൽ ഒരു നേരിട്ടുള്ള ഒരു കരയാക്രമണത്തിലേക്ക്, വലിയ തോതിലുള്ള ഒരു കരയാക്രമണത്തിന്റെ ഒരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ നിലപാടിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒക്ടോബർ 7 ഈ ഇസ്രായേലിന് നേർക്ക് ഹമാസ് ഭീകരർ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരത നിറഞ്ഞ ആ ഒരു ആക്രമണം. അതിനുശേഷം ഈ ഹമാസ് ഭീകരരെ ഇസ്രായേൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് യാതൊരു പ്രകോപനവും കൂടാതെ ഹിസ്ബുള്ള ഇസ്രായേലിലെ നോർത്തേൺ സൈഡിൽ നിന്നും അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ ഈ കരയാക്രമണം ഒരു ഓൾ ഓഫ് എ സഡൻ ഇസ്രായേൽ നടത്തിയതല്ല, അല്ലെ? നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഒന്ന്, ഹിസ്ബുള്ളയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും തീർത്ത് കളയുന്നു. ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെ തീർത്ത് കളയുന്നു. അതിനുശേഷം ലെബനോനിലേക്ക് കടന്നു കയറി ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കയറി വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. അതായത് ഹിസ്ബുള്ളയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു. അതിനു മുമ്പ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർക്കുന്നു, അവരുടെ ആയുധ സംവിധാനങ്ങൾ തകർക്കുന്നു. ഒരു അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയെ തന്നെ ഒരു നിർവീര്യമാക്കിയതിനു ശേഷമാണ് ഇസ്രായേൽ ഒരു കരയാക്രമണത്തിലേക്ക് കടക്കുന്നത്. അവരുടെ കയ്യിൽ ഇനിയും ലോങ് റേഞ്ച് മിസൈൽസ് ഒക്കെ ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഒരു കരയാക്രമണത്തിന് മുതിർന്നു എന്നതിന് വ്യക്തമായിട്ടുള്ളൊരു സൂചന ഇപ്പം അല്പം മുമ്പ് ഇസ്രായേലിന്റെ ഒരു പ്രതിരോധ വക്താവ് ഡാനിയൽ ഹെഗാരി നൽകുന്നുണ്ട്. അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലെബനോനെ മൊത്തം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. അതായത് ഈ ലെബനോന്റെ ഒരു സദേൺ ബോർഡർ, ആ സദേൺ ബോർഡറിലുള്ള ഈ പറയുന്ന അവിടെയുള്ള ലെബനോനിലെ ഗ്രാമങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഭീകര ആക്രമണത്തിന് ആ ഗ്രാമങ്ങളെ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കോൺകർ ദി ഗലീലി എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ആ ഒരു ഓപ്പറേഷന് പേരിട്ടത്. അതായത് ഒക്ടോബർ 7 ഹമാസ് ഭീകരർ, ഏകദേശം 3000-ഓളം വരുന്ന ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് എങ്ങനെയാണോ ആക്രമണം അഴിച്ചുവിട്ടത്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആ ലെബനോന്റെ ആ സദേൺ സൈഡിലുള്ള, തെക്കൻ സൈഡിലുള്ള ഗ്രാമങ്ങളിൽ ഇവർ നടത്തുന്നുണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളെ ഈ ഹിസ്ബുള്ളയുടെ ഒരു മിലിറ്ററി ബേസ് ആയിട്ട് ഇവർ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഒരു ബഫർ സോൺ ആക്കി മാറ്റുക, അതായത് ഹിസ്ബുള്ള വിമുക്തമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ ഒരു ഘട്ടത്തിൽ കരയാക്രമണം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചർച്ചയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ജോജി, ഈ ഒരു കരയാക്രമണം അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളമായിരിക്കും? അതിന്റെ ചില സൂചനകൾ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു നൽകി കഴിഞ്ഞിരിക്കുന്നു. ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും എന്നതിന്റെ ഒരു സൂചന കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ, ഇറാനിലെ സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ നൽകിയുണ്ടായി. അപ്പോൾ ഇനി അത് സൃഷ്ടിക്കാൻ പോകുന്ന ഇമ്പാക്ട്, നേരത്തെ ഒരു എയർ സ്ട്രൈക്ക് ആയിരുന്നു, ഇപ്പോൾ കരമാർഗം ഉള്ള ഒരു ആക്രമണം, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു എക്സ്കലേഷൻ അവിടെ നടക്കാൻ പോകുന്നു. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റിൽ ആകമാനം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ജോർജി, നമ്മൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചത് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞായിരുന്നു, ഇത് പെട്ടെന്ന് തീരുകയില്ല ഈ യുദ്ധം. അപ്പോൾ തന്നെ നെതന്യാഹുവിന്റെ മനസ്സിൽ ഈ യുദ്ധത്തെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിച്ചിരിക്കുക. അതിന് കാരണമുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഈ ഇറാൻ പ്രോക്സീസ്, അത് ഹമാസ് ആയിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹൂതികളായിക്കോട്ടെ, ഹൂതികൾ ഈയിടെ വളരെ അടുത്തൊരു കാലത്താണ്. ഇതിനു മുമ്പ് ഈ ഹമാസ് ഹിസ്ബുള്ളയെ ഉപയോഗിച്ച ഇറാൻ ഒരു കാര്യവുമില്ലാതെ തെക്കൻ സൈഡിലും അതുപോലെ വടക്കൻ സൈഡിലും ഈ രണ്ട് സൈഡിൽ നിന്നും
പിന്നെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇസ്രായേലിന് ശരിക്കും അവരുടെ ആ ഒരു കാപ്പബിലിറ്റീസ് ഉപയോഗിച്ച് അവരതിനെല്ലാം എന്നാ പറയുക പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ ആളുകളുടെ ഇടയിലുള്ള ഭീതി ഒഴിഞ്ഞു പോകുന്നില്ല. അവർക്കൊരു സെക്യൂരിറ്റി ത്രെട്ടുണ്ട് അവിടെ. അപ്പോൾ ആ അവസ്ഥയിൽ അങ്ങനെ വന്നപ്പോഴാണ് ഈ October 7 സംഭവിക്കുന്നത്. അത് നമുക്കൊരു എന്നാ പറയുക, ആരെന്ത് പറഞ്ഞാലും വളരെ വർണ്ണാതീയമായ ഒരു വളരെ ക്രൂരമായ പ്രവൃത്തിയാണ്. അപ്പോൾ അതിനുശേഷം ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്യപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മനസ്സിലുണ്ട്, ഇത്തവണ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പിൻവാങ്ങുകയില്ല. അവരുടെ സ്ട്രാറ്റജി നോക്കുക. അവരാദ്യം ചെയ്ത് ഹമാസിനെ അവർ മെല്ലെ മെല്ലെ അന്താരാഷ്ട്ര ആ മാധ്യമങ്ങളും അല്ലെങ്കിൽ UN ഒക്കെ പലതും പറഞ്ഞു. പക്ഷെ അവരുടെ സ്ട്രാറ്റജിയിൽ നിന്ന് പിൻവാങ്ങിയില്ല. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചു ജോർജി. ഈ നെതന്യാഹുവിൻ്റെ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം നടത്തിയ 2 അഡ്രസ്സിങ്, ഒന്ന് UN അല്ലെ, അത് ആ പ്രസംഗം എത്രമാത്രം ഒരു മൊറൽ ബൂസ്റ്റിംഗ് നൽകുന്നതാണ് എനിക്ക്. ഇസ്രായേലിന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനത്തിന്റെ സെക്യൂരിറ്റി വളരെ ആവശ്യമാണ്. വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ഞങ്ങളുടെ ആയുധം റീച്ച് ചെയ്യാത്ത ഒരു സ്ഥലവും ഇല്ല. ഇറാന് വളരെ കൃത്യമായി കൊടുത്തു, നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ആയുധം എവിടെയും റീച്ച് ചെയ്യും, ഞങ്ങളുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. അതുപോലെ UN പറഞ്ഞു, നിങ്ങൾ ഹിപ്പോക്രൈറ്റ് ആണ്, നിങ്ങൾ ഞങ്ങൾക്കെതിരെ പാസ്സാക്കിയ ആ ഒരു റെസൊല്യൂഷന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെയും പാസ്സാക്കിയ ആ റെസൊല്യൂഷനേക്കാൾ എത്രയോ കൂടുതലാണ്, 100 എണ്ണത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഹിപ്പോക്രസി എല്ലാം കൂടെ വളരെ തുറന്നു കാണിച്ചു. നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ ഞങ്ങളുടെ ഐഡന്റിറ്റി സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടത് പറഞ്ഞു. അതിനുശേഷം ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല, ഹമാസിന്റെ ഒരു അഡ്രസ്സ് കേൾക്കുന്നില്ല. ഹമാസ് ഉണ്ടാകാൻ ഒരുപക്ഷെ കുറച്ച് പേരുണ്ട്, പക്ഷെ അവർക്ക് കാര്യമായ ഒരു വലിയൊരു സംഘടിച്ചൊരു വലിയ ഒരു സ്ട്രാറ്റജിക്ക് യുദ്ധം നടത്താനുള്ള അവസ്ഥയില്ല. പിന്നെ അവർ അവിടെ നിർത്തിയില്ല. എല്ലാവരും ഓർത്ത് ഹിസ്ബുള്ള കുറച്ച് മിസൈൽ വിടുന്നു, അത് റെസിസ്റ്റ് ചെയ്ത് സാധാരണ രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത്തവണ ഇസ്രായേൽ ലക്ഷ്യം അതാണ്. ഇസ്രായേൽ ലക്ഷ്യം വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അവർ മെല്ലെ മെല്ലെ ആദ്യം ഇവിടെ എന്നാ പറയുക, ഈ ജോർജ് ഇവിടെ പറഞ്ഞ പോലെ അവരാദ്യം അവരുടെ നേതാക്കന്മാരെ കംപ്ലീറ്റ് അപ്രൂവ് ചെയ്തു. മനസ്സിലാക്കണം, അത് കൊടുത്ത ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബൂസ്റ്റിങ്ങും അതുപോലെ അവർക്ക് കൊടുത്ത ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വലിയ അടി അല്ലേ, അവിടെ മാനസിക ശക്തി ആകെ തകർത്ത് കളഞ്ഞു. കാരണം വെച്ചാൽ ഈ നസറുള്ളയുടെ പദം എന്ന് പറഞ്ഞു നോക്കി, ആ പിന്നെ ഈ ബസ്റ്റർ ബോംബർ ഉപയോഗിച്ച് അവർ ചെയ്ത ആ ഒരു വലിയ അത് ചില ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണത്. തങ്ങളുടെ അതീവ സുരക്ഷിതമായ ആ ഒരു വലിയ നിഗൂഢമായ സ്ഥലത്ത്, സുരക്ഷിതത്തോടെ ആ സ്ഥലത്തിരുന്ന് അവർ മീറ്റിംഗ് കൂടിയപ്പം അത് തിരിച്ചറിയുന്നു, അവിടെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തെ കൊന്നുകളയുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 10 പേര് മരിച്ചു, എത്രയും മരിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ആ കൂടുതൽ ഇറാന്റെ ഡെപ്യൂട്ടി ആയിട്ടുള്ള ഒരു കമാൻഡർ മരിച്ചു, പലരും മരിച്ചു. അപ്പൊ അതോടുകൂടി അവരുടെ എന്നാ പറയാ, അവരാകപ്പെട്ട ഒരു താറുമാറ അവസ്ഥയാണ്. കമ്മ്യൂണിക്കേഷൻസ് ഇല്ല, ടെക്നിക്കലായിട്ടും അവരെ അടിച്ചു കളഞ്ഞു. അങ്ങനെ ടെക് വാർ നടത്തി, എല്ലാം പല രീതിയിലുള്ള അവസ്ഥ അല്ലേ. അപ്പൊ ഹിസ്ബുള്ള ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എല്ലാത്തിനും ഒരു കോർഡിനേഷൻ വേണ്ട. ഇതൊന്നും പറ്റാത്ത അവരെ സ്കാറ്റേഡ് ആയി കളഞ്ഞു, കംപ്ലീറ്റ് ഒരു ഡിസ്മാൻറ്റൽ അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന ശേഷമാണ് ഇനി ഇവരെ കരുതലും. അപ്പൊ എന്താ ഓർത്തത്, ലോകം ഓർത്തത് അങ്ങോട്ട് നിർത്തിയിട്ടില്ല, വീണ്ടും ലെബനിലേക്ക് കയറാണ്. ഇവിടെ ലെബനൻ പിടിക്കുമല്ല, ഇപ്രാവശ്യത്തെ 2006 പോലല്ല, ഒരു ഓൾ ഔട്ട് വാറല്ല, ലിമിറ്റഡ് വാറാണ് ഉദ്ദേശിച്ചത്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ഒരു നല്ല ഒരു സേഫ് സോൺ സൃഷ്ടിക്കാം. അത് ഈ തെക്കൻ ലെബനൻ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള വീണ്ടും ഒന്നുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് അവിടുത്തെ വില്ലേജുകളും അവിടുത്തെ വീടുകളും ഒക്കെ ഉപയോഗിച്ച് വളരെ സേഫ് സോൺ ആയിട്ട് വീണ്ടും ഇസ്രായേലിലേക്ക് യാതൊരു എന്താ പറയുക തടസ്സവും കൂടാതെ മിസൈൽ അയച്ച് അവരുടെ ആ ഒരു ജനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലാക്കുന്ന ആ ഒരു സ്ട്രാറ്റജി നിർത്തുക. നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ 65,000-ഓളം ആൾക്കാർ, കുടുംബങ്ങൾ അവിടുന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ആ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ എത്തിച്ചു. ഇതൊന്നും ലോകം മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇത് നിർത്തുന്നു പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. കാരണം വെച്ചാൽ അവര് ഇനി ഇതിന്റെ പുറകിലുള്ള ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട്, ഈ അന്താരാഷ്ട്ര ആ ഒരു സംഘടനകളുടെ ഒരു പ്രത്യേകമായ ഒരു എന്നാ പറയുക ഒരു കണ്ണ് കാണണം, നമ്മൾ അവർ ഹിപ്പോക്രസി കാണണം. എന്താ കാണുന്നത്? അവർ ഇതിന്റെ പുറകിൽ ഇറാനാണ് അവർക്ക് എന്നാ പറയുക ചൊല്ലും ചെലവും പണവും ആയുധവും എല്ലാം കൊടുക്കുന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഇറാനെതിരെ ഒരു വാക്ക് പറയാൻ ആരും തയ്യാറാകുന്നില്ല. ഇറാൻ നിങ്ങൾ എന്തുകൊണ്ട് പുറകോട്ട് പോയാലും ഇറാനോട് സ്റ്റോപ്പ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ. ഇറാന്റെ വാക്കേ ഇല്ല. പ്രോക്സികൾ നേരിട്ട് പറ്റിയല്ല, നേരിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. കാരണം പ്രോക്സികൾ ഉപയോഗിച്ച് ഇറാൻ കാലാകാലങ്ങളായി ചെയ്യുന്ന ആ രീതി കൂടി വരികയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ത്രെറ്റ് തന്നെയാണിത്. എന്നുവെച്ചാൽ പഴയ കാലമല്ല, ഇപ്പം ആടയിലും വേണേലും എന്ത് ആയുധം വേണമെങ്കിലും കിട്ടാം. അങ്ങനെ ഒരു വലിയൊരു ശക്തമായ ഒരു ബ്ലോ വന്നാൽ അത് ഇസ്രായേലിന്റെ ജനത്തെ വല്ലാതെ ബാധിക്കും. അതിനാൽ തന്നെ ഈ യുദ്ധത്തിൽ ഈ കരയുദ്ധത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് കുറച്ച് സേഫ് സോൺ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിന്റെ പദ്ധതി. അവരുടെ ജനങ്ങളെ സേഫ് ആക്കും. അപ്പം ജോജി ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് 2006 തന്നെ ഐക്യരാഷ്ട്രസഭ 1701 എന്ന് പറഞ്ഞ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. ആ റെസൊല്യൂഷൻ പ്രകാരം ഈ ലെബനോന്റെ തെക്കൻ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലിഥാനി നദിയുണ്ട്. ആ നദിയുടെ തെക്കൻ ഭാഗത്ത് ഒരു കാരണവശാലും ഹിസ്ബുള്ള മിലിറ്ററി പ്രസൻസ് കൈകാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്ററി പ്രസൻസ് ഉണ്ടാകരുത് എന്ന് കൃത്യമായിട്ട് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശം നൽകിയതാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് അത് പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ അധികൃതർ പറഞ്ഞൊരു കാര്യമുണ്ട്, ലെബനൻ ഗവൺമെന്റിനും ലോക നേതാക്കൾക്കും ഈ സദേൺ ബോർഡറിൽ നിന്ന് ഹിസ്ബുള്ളയെ തുടച്ചു മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ ലിഥാനി പുഴയുടെ അപ്പുറത്തേക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും.
കാരണം ഈ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളാണ് ഹിസ്ബുള്ളയെ പേടിച്ച് ഈ ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിൽ നിന്നും അഭയാർത്ഥികളെ പോലെ സ്വന്തം നാട്ടിൽ കഴിയേണ്ടി വന്നത്. അപ്പോൾ അരുണിന്റെ അതൊരു ജോജി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ശത്രുക്കളുടെ പോലും ഇപ്പം കയ്യടി വാങ്ങുന്ന രീതിയിലല്ലേ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിനൊരു നേതൃത്വം നൽകിയത്. അത് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഈ ലോക പൊളിറ്റിക്സിൽ ഇനി ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ജോർജ്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ര വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവൊന്നല്ല നെതന്യാഹു. ഇവിടെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലൊക്കെ ഒരുപക്ഷെ നെതന്യാഹുവിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ നില വളരെ പരിങ്ങിലായിരുന്നു. പക്ഷെ ആ ഒരു നിലയിൽ നിന്ന് ഇന്ന് നോക്കുമ്പോൾ നെതന്യാഹുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നെതന്യാഹുവിന്റെ ശത്രുക്കളായിരുന്നവരെല്ലാവരും ഇതാ നെതന്യാഹുവിന്റെ മിത്രങ്ങളായി മാറിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ആദ്യം ചെയ്തത് ഒരു വാർ ക്യാബിനറ്റ് രൂപീകരിക്കുകയാണ് ചെയ്തത്. ആ ക്യാബിനറ്റിൽ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളെയും അവർ ഉൾപ്പെടുത്തി. അന്ന് ആ ക്യാബിനറ്റിൽ ചേരാൻ കൂട്ടാക്കാതിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഗിദയോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടുത്തെ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ്. അദ്ദേഹത്തിന് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ കറപ്റ്റഡ് പേഴ്സണാണ്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അത്ര തീവ്രമല്ല, ഇങ്ങനെയുള്ള പല കുറ്റങ്ങൾ ആരോപിച്ചാണ് അദ്ദേഹം ആ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാതിരുന്നത്. പക്ഷെ നസറുള്ളയെ തീർത്ത ആ നിമിഷം അദ്ദേഹത്തിന്റെ സന്നദ്ധ അറിയിക്കുകയാണ്. അദ്ദേഹം ഈ ക്യാബിനറ്റിൽ ചേരുന്നു. ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ്, അദ്ദേഹം ഒരു ഓപ്പോസിഷൻ ലീഡറാണ്. ഇദ്ദേഹത്തിന് പകരമായിട്ട് ഒരു പക്ഷേ ഇപ്പോൾ ഈ ഗിദയോനെ പ്രതിരോധ മന്ത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ എല്ലാ ശത്രുക്കളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഓപ്പോസിഷനുകളെയും അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി തന്റെ കൂടെ എല്ലാവരെയും കൂട്ടി നിർത്തിയതിനു ശേഷമാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ഈ വെല്ലുവിളിക്കുന്നത് കൃത്യമായിട്ടും ഇറാനെയാണ്. നമുക്കറിയാം ഇവിടെ ഹിസ്ബുള്ള അതല്ലെങ്കിൽ ഹൂത്തികൾ ഇങ്ങനെ പല പേരുകളിലും നമ്മൾ പല തീവ്രവാദ സംഘടനകളെ കുറിച്ചും പറയുന്നുണ്ടെങ്കിലും ഇത് ഈക്വൽ ടു ഇറാനാണ്. അത് പലപ്പോഴും UN പോലും അഡ്രസ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ആരാണ് യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലാണ്. ഹിസ്ബുള്ളകൾ അയക്കുന്ന ഓരോ മിസൈലിന്റെ പിന്നിലും ഇറാനാണ്. നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ പേജർ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാന്റെ അംബാസിഡറിന്റെ കയ്യിൽ ആ പേജർ ഉണ്ടായിരുന്നു. നസറുള്ള കൊല്ലപ്പെട്ട ആ മീറ്റിംഗിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാർ ഉൾപ്പെടുന്ന ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറാണ്. അതായത് ഈ യുദ്ധം ചെയ്യുന്നത് ഇറാനാണ്, യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള്ളയോ ഹൂത്തികളോ അല്ല. ആ ഇറാന്റെ നേരെ നോക്കി മുഖത്ത് നോക്കി ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ തീർത്തിരിക്കും. അതായത് ഇറാനെ തീർക്കുന്ന കാര്യമല്ല, അവിടുത്തെ മതമൗലികവാദികളുടെ ആ ഭരണകൂടത്തെ തങ്ങൾ താഴെ ഇറക്കി മറ്റൊരു സംവിധാനം അവിടെ കൊണ്ടുവരും. ഇത് ചങ്കുറപ്പോടുകൂടി പറയണമെങ്കിൽ നെതന്യാഹു അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ ഒരു നിലപാടെടുത്ത് അതിന് തുനിഞ്ഞിറങ്ങണമെങ്കിൽ, നെതന്യാഹുവിന് ഇറങ്ങാൻ കഴിയണമെങ്കിൽ ഇറാൻ കുറഞ്ഞത് ഒരു മിസൈലെങ്കിലും ഇസ്രായേലിക്ക് വിട്ടിരിക്കണം. അതല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കാൻ പറ്റില്ല. ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ ആ നിമിഷം ഉറപ്പിക്കാം അവിടുത്തെ ഭരണകൂടം താഴെ ഇറക്കി. ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ കുറിച്ച് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇറാന്റെ പ്രോക്സികൾ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇസ്രായേലിന്റെ ഒരു പ്രോക്സി ഗവൺമെന്റ് ഇറാനിൽ സ്ഥാപിക്കപ്പെടും. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ശരിക്കും 5 ഇടങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ഹമാസിന്റെ പേര് കാണുന്നുണ്ട്, ഹിസ്ബുള്ളയുടെ പേര് കാണുന്നുണ്ട്. പക്ഷെ ഹമാസ് ഗാസയിൽ നിന്ന്, ഹിസ്ബുള്ള ലെബനോനിൽ നിന്ന്, ഹൂത്തികൾ യമനിൽ നിന്ന്, ഇറാനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഇസ്രായേൽ ഒരേ സമയം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമടക്കം ഡമാസ്കസിലേക്ക് അവർ മിസൈൽ അയച്ചു, അവിടെ കാഷ്വാലിറ്റി ഉണ്ടായി. അതായത് ഇത്രയും കൃത്യമായിട്ടാണ് ഇസ്രായേൽ അവരുടെ ഓരോ നീക്കങ്ങൾ നടത്തുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഹമാസിനെ തീർക്കും, ഹമാസ് തീർന്നു, ഏകദേശം 90% ഹമാസ് തീർന്നു. ഹിസ്ബുള്ളകളെ ക്ഷയിപ്പിക്കും. ഹിസ്ബുള്ളകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല, കാരണം 10 ലക്ഷത്തോളം പോരാളികളുണ്ട്, അവർക്ക് ലക്ഷക്കണക്കിന് മിസൈലുണ്ട്. പക്ഷേ ഹിസ്ബുള്ളകളുടെ ശക്തി ഞങ്ങൾ ക്ഷയിപ്പിച്ചിരിക്കും, ഞങ്ങളുടെ നോർത്തേൺ ബോർഡർ ഞങ്ങൾ സേഫ് ആക്കും. ആ കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 ഹൂത്തികൾ ആക്രമിക്കാനും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ തകർത്ത് തരിപ്പണമാക്കി കളയും. 4 സിറിയയിലും ഇറാനിലും ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്തി അവിടുത്തെ ഭരണകൂടത്തെ മറച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ അവിടെ പ്രതിഷ്ഠിക്കും. ഈ ഒരു അറ്റാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറെ കാര്യം ഇതാണ്, ഈ ഒരു വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ടെറിട്ടറി കൂടെ കൂടെ വർദ്ധിപ്പിക്കുക, അതല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം. ആ രീതിയിലുള്ള പല രീതിയിലുള്ള സംസാരം ഉണ്ടാകുന്നു. പക്ഷെ അതല്ല ഒരു ശരി. ഈ ശരിയായ ഒരു കാര്യം ഇതാണ്, അവരുടെ രാജ്യത്തിന്റെ അവരുടെ ജനത്തിന്റെ ആ ഒരു സുരക്ഷിതത്വമാണ് അവരുടെ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. ഇവിടെ നമ്മൾ കണ്ട് ഈ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഈ ഹിസ്ബുള്ളയുടെ ഒരു സൈനിക ശേഷി വളരെ വലുതാണെന്ന് അരുൺ പറഞ്ഞല്ലോ. അവരുടെ ഒത്തിരി ആയുധമുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് നശിപ്പിക്കുക ഒരിക്കലും ഇസ്രായേലിന് സാധിക്കില്ല. എന്നാൽ നമ്മൾ കണ്ട് ഈ ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്കും താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ പലപ്പോഴും ഈ അമേരിക്കൻ താല്പര്യത്തിനോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ പൗരന്മാരുടെയും അതുപോലെ ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെയൊക്കെ ജീവന് പലപ്പോഴും ഇവരൊരു വലിയൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട്.
പലരും കൊന്നിട്ടുമുണ്ട്. അത് കാരണം തന്നെ ഈ ഹിസ്ബുള്ളകളെ ആ ഒരു ടെററിസ്റ്റ് സംഘടനയെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും കൂടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് തന്നെ ജോർജ്, പെട്ടെന്ന് യുദ്ധം തീരുകയാണ്. ഇത് ലെബനനിൽ ശരിക്കും അവർ തന്നെ അവരെ ടാർഗറ്റ് ചെയ്ത് മെല്ലെ അവർ ലിമിറ്റഡ് ആക്കി കൊണ്ടുവന്ന് അവർ സമയമെടുത്ത് അവർ മെല്ലെ ഈ ഹിസ്ബുള്ളകളെ തീർക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള. ഇനി മറ്റൊരു 2 രീതിയിലും കൂടെ എനിക്ക് തോന്നുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഈ നെതന്യാഹു ഇറാനിലെ ജനത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം നിങ്ങൾക്കെതിരെയല്ല, കലാകാലങ്ങളെ നിങ്ങളെ ഭരിക്കുന്നവർ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, നിങ്ങളെ വലിയ യുദ്ധത്തിലേക്ക് അവർ കൊണ്ട് ചാടിക്കുന്നു, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകപ്പെടുന്ന പണങ്ങൾ മുഴുവൻ അവർ ടെററിസ്റ്റുകൾക്ക് കൊടുക്കുന്നു. അത് അങ്ങനെ നിങ്ങളുടെ രാജ്യത്തെ അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം ഈ റെജിമിനെ മാറ്റുക, അതാണ് പ്രധാനം. അപ്പം ഇവിടെ ഈ ഗാസയിൽ ചെയ്ത ഒരു ടാക്ടിക്സോ അല്ലെങ്കിൽ ഹിസ്ബുള്ളോട് ചെയ്യുന്നതല്ല, ഇറാനോട് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ പ്ലാൻ ഇടുന്നത്. അതിനും അവർക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. അവർ ഉദ്ദേശിക്കുന്ന അവിടുത്തെ റെജിം മാറ്റുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം 1967 വരെ ഇസ്രായേലും ഇറാനുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അതിനുശേഷമുള്ള ആ റെജിം ചേഞ്ചാണ് മാറ്റിയതെല്ലാം മറിച്ചത്. അപ്പോൾ ഈ പഴയ ആ ഒരു ജ്യൂസ് ആ ഒരു നല്ല ബന്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പ്ലാൻ ഉണ്ട്. ആ രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ വാർ തന്നെ നെതന്യാഹു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇറാന്റെ ഇപ്പോഴത്തെ ആ ഒരു റെജിമിനെ മാറ്റി ഒരു സമാധാനപരമായ, കാരണം ഇസ്രായേലിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, അവർക്ക് നല്ല കണ്ടുപിടുത്തങ്ങളുണ്ട്, അവർക്ക് അവരുടെ കയ്യിൽ നല്ല ടെക്നോളജി ഉണ്ട്, അവർക്കെല്ലാം ഉണ്ട്, അവരുടെ കയ്യിൽ ആൾക്കാരുണ്ട്, അവരുടെ സൗകര്യമുണ്ട്. അപ്പം അവർക്ക് ഈ ഒരു കലഹവും യുദ്ധവും എല്ലാ കാര്യം താല്പര്യമില്ല. അവരുടെ ആഗ്രഹം ടെക്നിക്കലിയും അതേപോലെ മറ്റുള്ള എല്ലാ അവസ്ഥകളിലും ലോകത്തെ ഭരിക്കുക, ലോകത്തിന് സംഭാവനകൾ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ചിന്താഗതി അവർക്കുള്ള വളരെ ഒരു ക്രിയേറ്റീവ് മനസ്സാണുള്ളത്. അപ്പോൾ അവർക്ക് ഈ യുദ്ധം കൊണ്ട് എല്ലാ കാലം പോകാൻ താല്പര്യമില്ല. അത് കാരണം തന്നെ അവർ ആയുധം എടുക്കാനുള്ള ഒരേ ഒരു കാരണമേ, അവർക്ക് ആയുധം താഴെ വെച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടും, അതവസ്ഥ. അതിനാൽ തന്നെ അവർ ഈ ഇറാനിലെ റെജിമിനെ മാറ്റാനുള്ള ആ രീതിയിലുള്ള ഒരു ഈ യുദ്ധം പെട്ടെന്ന് തീരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമുക്ക് മറ്റൊരു വലിയൊരു ഇന്റർവെൻഷൻ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ചൈനയ്ക്ക് യാതൊരു അനക്കമില്ല, അതേപോലെ മറ്റുള്ള ഓയിൽ കൺട്രി പെട്ട് കിടക്കുന്നു, റഷ്യ പെട്ട് കിടക്കുന്നു. പിന്നെ മറ്റുള്ള ഓയിൽ കൺട്രീസ് ഇപ്പം ഞാൻ കണ്ടില്ല. ഇപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഷിയാക്കളെ അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയെ അവരുടെ നേതാവ് മരിച്ചിട്ട് അവിടുത്തെ അറ്റാക്ക് ചെയ്തിരുന്നു. ഇവിടുത്തെ പത്രങ്ങൾക്കൊന്നും വലിയ കാര്യമായ റെസ്പോൺസ് ഒന്നുമില്ല, കരച്ചിലില്ല, വിലാപങ്ങളില്ല. സേവ് ഹിസ്ബുള്ള എന്നുള്ള യാതൊരു ഹാഷ്ടാഗുകളും ഇല്ല. എന്നെ കാരണം സുന്നി ഷിയാക്കളുടെ ആ ഒരു വലിയ ക്ലാഷ് നമുക്കറിയാം. കാരണം അപ്പോൾ ഈ ഷിയാക്കളാണ് ഈ സുന്നികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇസ്രായേലല്ല, അവർ ക്രിസ്ത്യൻസും അല്ല, മറ്റാരുമല്ല. അവിടെ മെയിൻ ശത്രുക്കൾ, സുന്നികളുടെ ശത്രുക്കൾ അവർ ഷിയാക്കളാണ്. അപ്പോൾ ഈ ഷിയ മിലിറ്റൻസിനെ ഇപ്പം ഇസ്രായേൽ തന്നെ ചെയ്താലും വലിയ കാര്യമായിട്ട്, അപ്പം അത് കാരണം തന്നെ ഇവർക്ക് യുദ്ധം വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ജോജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ ഒക്ടോബർ 7 ആ ദിവസങ്ങളിലത്തെ നമ്മുടെ പത്രങ്ങളുടെ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഹിസ്ബുള്ളകളെ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷമുള്ള പത്രങ്ങളുടെ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ചാനലുകളിലെ റിപ്പോർട്ടിംഗ് എങ്ങനെ പോകുന്നതെന്ന് നോക്കും. കൃത്യമാണ്. ഇവിടെ ചിലർ മരിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില തീവ്രവാദികൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, 2 തരം തീവ്രവാദികളുണ്ട്. ഷിയ തീവ്രവാദികളുണ്ട്, സുന്നി തീവ്രവാദികളുണ്ട്. ഇനി സുന്നി തീവ്രവാദികൾ മരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളൂ. വേറെ ഷിയകൾ മരിച്ചാൽ കുഴപ്പമില്ല. സുന്നി തീവ്രവാദികൾ മറ്റു സുന്നികളെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ വാർത്തയില്ല, വിഷയമല്ല. അത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലേക്ക് ഈ ദിവസങ്ങളിലെ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ ഒരു ഇസ്രായേൽ ഫാൻസ് ആയിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്നുള്ള സംശയങ്ങളാണ് നമുക്ക് തോന്നുന്നത്. നേരത്തെ കഴിഞ്ഞ ഒക്ടോബർ 7 ഒക്കെ വലിയ രീതിയിലുള്ള ഇസ്രായേൽ വിരുദ്ധ വാർത്തകളൊക്കെ പടച്ചുവിട്ടവരാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു ഫാൻസ് അല്ലെങ്കിൽ മൊസാദിന്റെ ഒക്കെ ഒരു ഫാൻസ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഇതിന്റെ കൺക്ലൂഷനിലോട് വരുമ്പോൾ 2 പോയിന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇനി ഇസ്രായേലിന്റെ കഴിയുന്ന ഒരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പണി മേടിച്ചു കൂട്ടാൻ പോകുന്നത് ഹൂതികളാണ്. ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിലെ ടെലവീവിലേക്ക് ഈ ഡ്രോണൊക്കെ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇനി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഹൂതികളാണ്. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഹൂതികളാണ്. നമ്മൾ ഈ പറയുന്ന ഹൂതികൾ ഇസ്രായേലിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർ ഈ ചെങ്കടലിലേക്കുള്ള ഈ ചരക്ക് കപ്പൽ നീക്കത്തെയാണ് ആക്രമിക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു ഇമ്പാക്ട് കുറെ കൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും ഇസ്രായേലിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കും. കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെ അത് ബാധിക്കുന്നു. അപ്പോൾ ഇസ്രായേലിലേക്ക് ചരക്ക് അയക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ ഹൂതികളുടെ ആക്രമണം മൂലം ഇസ്രായേലിന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ഹൂതികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് വിരളമാണെങ്കിലും അതിന് ഇസ്രായേലിനെ തകർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ ചെങ്കടലിൽ അവിടെ നടത്തുന്ന ആക്രമണം ഇസ്രായേലിനെ ഏൽപ്പിക്കുന്ന ഒരു പരിക്ക് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് ഇനി ഇസ്രായേൽ തീർക്കാൻ പോകുന്നത് ഹൂതികളെ ആയിരിക്കും. അപ്പോൾ ജോജിയും അരുണും പറഞ്ഞു വളരെ കറക്റ്റാണ്. ഇസ്രായേൽ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇപ്പൊ അരുൺ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു രാജ്യവുമില്ല ഇത്തരത്തിലൊരു 5ഓളം പോയിന്റുകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നേരിടുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രാജ്യത്തിനെതിരെയാണ് ഈ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകൾ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ
ഇവിടുത്തെ ചില പ്രോ ലെഫ്റ്റ് ഗവൺമെന്റുകൾ അവർക്കെതിരെ നീക്കം നടത്തുന്നു, പ്രസ്താവന നടത്തുന്നു, മാധ്യമങ്ങൾ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇന്ത്യയുടെ ഒരു നിലപാട് ഈ ഒരു ഘട്ടത്തിലൊന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള ഒരു അപ്ഡേഷൻ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയുണ്ടായി. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്പോക്ക് ടു പ്രൈം മിനിസ്റ്റർ നെതന്യാഹു അബൌട്ട് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ. ടെററിസം ഹാസ് നോ പ്ലേസ് in our world. It is crucial to prevent regional escalation and ensure the safe release of all hostages. India is committed to supporting efforts for an early restoration of peace and stability. അപ്പം ഇന്ത്യ കട്ടയ്ക്ക് തന്നെ ഇസ്രായേലിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പം ഇന്ത്യയും ഇസ്രായേലും നടത്തുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്, അല്ലെ ജോർജ്? ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. പക്ഷേ ഇസ്രായേൽ അതിന്റെ എല്ലാ ആധിപത്യവും, യുദ്ധത്തിന്റെ മേൽ അവർ പൂർണ്ണമായ ആധിപത്യം അവർ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത് ഇസ്രായേലിന് ഇനി ഉള്ള കാലം സേഫ് ആയിരിക്കും, അതല്ലെങ്കിൽ ജൂതന് ഇനിയുള്ള കാലം സേഫ് ആയിരിക്കും എന്ന കാര്യം ഒരിക്കലും ചിന്തിക്കരുത്. കാരണം യുദ്ധത്തിൽ ഇസ്രായേലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ലോകമെമ്പാടും ജൂതനോടുള്ള ഒരു വെറുപ്പ്, ആ വെറുപ്പ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക ഇടത് ലിബറൽ ഏരിയകളിൽ അത് വളരെ വ്യക്തമാണ്. ലോകത്തെ എവിടെയുള്ള ജൂവിനെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് അപകടം നിറഞ്ഞ കാലങ്ങളാണ് വരുന്നത്. കാരണം ഡെത്ത് ടു ഇസ്രായേൽ എന്ന വാക്ക് മാറി ഇപ്പോൾ ഡെത്ത് ടു ജൂസ് എന്ന വാക്കിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഹിസ്ബുള്ളകളുടെ നസറുള്ളയെ കൊന്നത് സ്ഥിരീകരിച്ച് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ളകൾ ഒരു ആഹ്വാനം കൊടുത്തിരുന്നു. ലോകമെങ്ങുമുള്ള ജൂതന്മാരെ ആക്രമിക്കാൻ പറഞ്ഞിട്ടായിരുന്നു അവരുടെ ആഹ്വാനം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഷിയകളുടെ ഒരു ആഹ്വാനമായതുകൊണ്ട് തന്നെ ലോകത്ത് നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ ജൂതൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊരു ആശയം പേറി നടക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഇപ്പൊ നമുക്കറിയാം ലോകത്ത് ചിതറിക്കെടുക്കുന്ന 3 വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ മലയാളികൾ തന്നെയാണ്. ലോകത്ത് എവിടെ നോക്കിയാലും ഈ മലയാളികളെ കാണാൻ കഴിയും. അവർ ആ നാടിനെ നന്മയായും അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്നു പോകുന്നു. പിന്നെ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടത് AD ആരംഭത്തിൽ തന്നെ ചിതറിക്കപ്പെട്ട ജൂതന്മാരാണ്. അവർ എവിടെ ചെന്നു ആ രാജ്യങ്ങളെ അവര് കണ്ടുപിടുത്തങ്ങളിലൂടെയാണെങ്കിലും ഏത് രീതിയിലും അവര് ആ രാജ്യത്തിനെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതൊരു ടീം അത് ആസൂത്രിതമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്ന അഭയാർത്ഥികൾ എന്ന രൂപത്തിൽ വന്നിരിക്കുന്ന തീവ്രവാദികൾ അടക്കമുള്ളവരാണ്. ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ആ രാജ്യങ്ങളെ മുഴുവൻ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്നു, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ചെല്ലുന്ന രാജ്യങ്ങളിലെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ആ രാജ്യത്തിനെതിരെ തന്നെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കൂട്ടം ജൂതൻ ഇപ്പൊ ലോകത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാവരും ഈ ഒരു കൂട്ടം അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജൂതനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമായിരിക്കും. നമുക്കറിയാം ഈ നാസി ജർമ്മനിയുടെ കാലത്ത് അന്ന് ഹിറ്റ്ലർ ജൂതന്മാരെ വേട്ടയാടിയിരുന്ന സമയത്തൊന്നും കൊലപാതകങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ജെറുസലേമിലെ മുഫ്തി ഹിറ്റ്ലറിനെ ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിന് ശേഷമാണ് ജൂതൻ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടാൻ തുടങ്ങിയത്. ഇതേപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ അഭയാർത്ഥികളുടെ പേരിൽ വന്നിരിക്കുന്നവരും അവരുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അവരുടെ ടെററിസത്തിന്റെ വിങ്ങുകളും ഇവര് ആഹ്വാനങ്ങൾ നൽകി തുടങ്ങാനുള്ള സമയമായി. ഇവരുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ ജൂതനോടുള്ള ഒരു വെറുപ്പ്, ആന്റിസെമിറ്റിസം അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂതൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊരു ചിന്ത വന്ന് അത് ജൂതന് വലിയൊരു അപകടമായിരിക്കും വരുത്താൻ പോകുന്നത്. ഇവിടെ ഈ അരുൺ പറഞ്ഞാൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ യൂറോപ്പിലൊക്കെ ഈ ഫാർ റൈറ്റ് ഗവൺമെന്റുകൾ പൊങ്ങി വരുന്നുണ്ട്. ചില ദേശീയവാദികൾ തങ്ങളുടെ ആ രാജ്യത്തിന്റെ ഐഡന്റിറ്റി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പൊ അവരിങ്ങനെയുള്ള ഈ ഇസ്ലാമിക് ടെററിസത്തിനും അതുപോലെ തന്നെ എന്നാ പറയുക ഈ ഒരു മൾട്ടി കൾച്ചറിനൊക്കെ അവർ വളരെ എന്നാ പറയുക അവർ കംപ്ലീറ്റ് എതിരാണ് അവർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷേ അത്തരം ഗവൺമെന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ജൂതൻ ഉറപ്പായിട്ട് സംരക്ഷിക്കപ്പെടും. ഇനി അങ്ങനെ അല്ല എങ്കിൽ അവർക്ക് അമേരിക്കയിൽ വരെയും അവർക്ക് ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഡെമോഗ്രഫി അല്ലാതെ മാറി. പിന്നെ ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ശരിക്കും ഇന്ത്യയുടെ സപ്പോർട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഈയിടെ നടന്ന അന്താരാഷ്ട്ര ഡിസ്കഷനിലെല്ലാം EU ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ പിന്നെ അമേരിക്ക ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങളെല്ലാം അവരെല്ലാം ഈ ഇന്ത്യയെ കാണുന്നത് ഒരു സൂപ്പർ പവർ ആയിട്ടാണ്. അത് വെച്ചാൽ ഒരു ഗ്രോയിങ് പവർ, ഒരു വൻ ശക്തി എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇസ്രായേൽ ഇന്ത്യയെ കാണുന്നുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സപ്പോർട്ട് തന്നെ ശരിക്കും. അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇന്ത്യ എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ബന്ധം അനുദിനം മെച്ചപ്പെടുന്നുണ്ട്. അതിൻ്റെ ആഴം ഇസ്രായേലും ഇന്ത്യ മനസ്സിലാക്കുന്നുമുണ്ട്. അതെന്തുകൊണ്ട് ഇസ്രായേലിനും ഇന്ത്യക്കും വളരെ വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ കൺക്ലൂഷനിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഇതാണ്. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നിലനിൽപ്പിനായി പോരാട്ടം നടത്തുന്ന ഇസ്രായേലിനെ അധിനിവേശ ശക്തി അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി എന്നീ പേരുകളിൽ ഇസ്ലാമിക ഭീകരവാദം ഇസ്രായേലിനെ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിൽ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ശക്തികൾക്ക് നേരെ ഇസ്ലാമിക ഭീകരവാദം ആഞ്ഞടിക്കുവാനുള്ള അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ തകർക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പോരാടുന്ന
നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഇസ്രായേലിന് എല്ലാ തരത്തിലുമുള്ള ഒരു ഐക്യദാർഢ്യം ലോക രാജ്യങ്ങൾ പ്രകടിപ്പിക്കേണ്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഇര എന്ന് പറയുന്നത് നമ്മുടെ മാതൃ രാജ്യമായ ഇന്ത്യ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന് നൽകുന്ന ആ ഒരു പിന്തുണ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്, അതീവ നിർണായകം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ, പൊതുസമൂഹവും ഇസ്രായേൽ ഭീകരവാദത്തിനെതിരെ നടത്തുന്ന ആ പോരാട്ടത്തിന്റെ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിന് ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നൽകുവാനുള്ള ഒരു സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.